നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമം തുടർന്ന ആക്ഷൻ കൌൺസിൽ. കൊല്ലപ്പെട്ട യമൻ പൌരൻ തലാൽ അബു മഹദിയുടെ കുടുംബവുമായി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം ചർച്ചകൾ തുടരും. നിമിഷപ്രിയയെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് എംപിമാരായ കെ രാധാകൃഷ്ണനും ഡോക്ടർ ജോൺ ബ്രിട്ടാസും സംസ്ഥാന സർക്കാർ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസും കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. യമൻ പൗരൻ തലാൽ അബു മഹദി കൊല്ലപ്പെട്ട കേസിൽ സനായിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കാനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എല്ലാ നിയമ നടപടികളും പൂർത്തിയായ പശ്ചാത്തലത്തിൽ സനായിലുള്ള തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം. യമനിൽ തിരിച്ചെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബു മഹദിയുടെ കുടുംബവുമായി ചർച്ചകൾ തുടരുമെന്ന് അറിയിച്ചു. തലാലിന്റെ കുടുംബത്തിന് നേരത്തെ ദിയാദനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. കുടുംബാംഗങ്ങളിലെ ഭൂരിഭാഗത്തിനും അനുകൂല നിലപാടാണുള്ളതെന്നാണ് വിവരം. മാനുഷിക പരിഗണന മുൻനിർത്തി നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. ചർച്ചകൾ തുടരുന്നതിനിടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം വ്യക്തമല്ല. നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എംപിയും ഡൽഹിയിലെ പ്രത്യേക സർക്കാർ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും കത്തയച്ചു. 24 ഡൽഹി. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി കൂട്ടണമെന്നാവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം അപ്പീൽ കോടതി നിരാകരിച്ചു. പൊതു അവകാശപ്രകാരം അബ്ദുൾ റഹീം 20 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. പുതിയ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചില്ലെങ്കിൽ അടുത്ത വർഷം മെയ് മാസത്തോടെയോ അല്ലെങ്കിൽ അതിനു മുൻപോ റഹീമിന്റെ ജയിൽ മോചനം സാധ്യമാകും. ഇക്കഴിഞ്ഞ മെയ് 26-നാണ് റഹീമിനെ 20 വർഷത്തെ തടവിന് വിധിച്ചുകൊണ്ടുള്ള കീഴ്ക്കോടതി വിധിയുണ്ടായത്. പൊതു അവകാശപ്രകാരമുള്ള കേസിലായിരുന്നു ഈ വിധി. സ്വകാര്യ അവകാശപ്രകാരം കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം ദിയാധനം സ്വീകരിച്ച് അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുകയും ഇതുപ്രകാരം സൗദി സുപ്രീം കോടതി നേരത്തെ പുറപ്പെടുവിച്ച വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ മെയ് 26-ന് പുറപ്പെടുവിച്ച വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചതിനെ തുടർന്നാണ് ബുധനാഴ്ച കാലത്ത് 11 മണിക്ക് അപ്പീൽ കോടതിയിൽ സിറ്റിംഗ് നടന്നത്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപ്പീൽ കോടതി നിരാകരിച്ചതോടൊപ്പം തന്നെ 19 വർഷം പിന്നിട്ട പ്രതിക്ക് മോചനം അനുവദിക്കണമെന്ന പ്രതിഭാഗം വാദവും കോടതി പരിഗണിച്ചില്ല. എന്നാൽ ഇതിനായി പ്രതിഭാഗത്തിന് മേൽക്കോടതിയെ സമീപിക്കാമെന്നും കോടതി അറിയിച്ചു. അതേസമയം ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ വീണ്ടും മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. അടുത്ത വർഷം മെയ് 20-നാണ് റഹീമിൻ്റെ 20 വർഷത്തെ ജയിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുക. പുതിയ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചില്ലെങ്കിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതോടെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെയോ റഹീമിൻ്റെ ജയിൽ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ഗസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനായി ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചർച്ചകൾക്ക് സമയപരിധി തീരുമാനിച്ചിട്ടില്ലെന്നും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുപറയാൻ കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്നും മുഴുവൻ ബന്ധികളെയും വിട്ടയക്കണമെന്നുമുള്ള ആവശ്യമാണ് മധ്യസ്ഥ ചർച്ചകളിൽ ഇസ്രായേൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ 6 ലക്ഷം ഫലസ്തീനികളെ റഫയിലെ ഒരു മാനുഷിക നഗരത്തിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതിയും ഇസ്രായേലിന്റെ അജണ്ടയിലുണ്ട്. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇക്കാര്യം ചർച്ച ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗസയിലെ കുടിയൊഴിപ്പിക്കലിന് ഏകദേശ ധാരണയിലെത്തിയതായി നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ നീക്കത്തെ ശക്തമായി എതിർത്ത ഖത്തറും ഈജിപ്തും അന്താരാഷ്ട്ര നിയമപ്രകാരം ഇത് നിർബന്ധിത നാടുകടത്തലിന് തുല്യമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണമെന്നും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ സഹായങ്ങൾ എത്തിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്താൽ മാത്രമേ വെടിനിർത്തൽ കരാർ അംഗീകരിക്കേണ്ടതുള്ളൂ എന്ന നിലപാടാണ് ഹമാസിനുള്ളത്. ഹമാസിന്റെ നിരായുധീകരണം ഉറപ്പുവരുത്താതെ സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാവില്ലെന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നതും ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇതിനിടെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനായി US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ദോഹയിലേക്ക് വരുമെന്നറിയിച്ചിരുന്നെങ്കിലും വിറ്റ്കോഫിന്റെ ദോഹയിലേക്കുള്ള യാത്രയിലും അനിശ്ചിതത്വം തുടരുകയാണ്. അതേസമയം ഗസയിലെ ജനങ്ങളെ മുഴുവൻ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം
വംശീയ ഉന്മൂലനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ അഭിപ്രായ ഭിന്നതകളും പരിഹരിച്ച് ഇരുപക്ഷത്തെയും കരാറിലെത്തിക്കാൻ ദോഹയിൽ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും ബന്ദി കൈമാറ്റം, ഹമാസിനെ നിരായുധീകരിക്കൽ, ഗസയിൽ നിന്നും സൈനികരെ പിൻവലിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ഞായറാഴ്ച ദോഹയിൽ തുടങ്ങിയ വെടിനിർത്തൽ ചർച്ചകളിൽ 3 നാൾ പിന്നിടുമ്പോഴും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചർച്ചകൾക്ക് പ്രത്യേക സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന ഖത്തറിന്റെ വിശദീകരണവും ചർച്ചകൾ അനന്തമായി നീണ്ടുപോകുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ദോഹയിൽ നിന്നും അൻവർ പാലേരി, 24. സ്വർണ്ണ രത്നാഭരണ വ്യവസായ രംഗത്തെ വിദേശ നിക്ഷേപകർക്കും ഉൽപാദകർക്കുമായി സംഘടിപ്പിക്കുന്ന ആഗോള എക്സിബിഷന്റെ പ്രഖ്യാപനം റിയാദിൽ നടന്നു. സെപ്റ്റംബർ 11 മുതൽ 13 വരെ ജിദ്ദയിൽ വെച്ചാണ് പരിപാടി നടക്കുക. ജെം ആൻഡ് ജ്വല്ലറി പ്രൊമോഷൻ കൗൺസിൽ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ചാണ് സാജക്സ് 2025 എന്ന പേരിൽ ആഗോള പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ജിദ്ദ സൂപ്പർ ഡോമിൽ സെപ്റ്റംബർ 11 മുതൽ 13 വരെയാണ് പ്രദർശനം നടക്കുക. റിയാദിൽ വെച്ച് നടന്ന പരിപാടിയുടെ പ്രഖ്യാപന ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആഗോള ജ്വല്ലറി വ്യവസായികളെ ലക്ഷ്യമിട്ട് ഇന്ത്യ സൗദി ഉഭയകക്ഷി വ്യാപാര ബന്ധത്തിൽ സാജക്സ് 2025 തുറന്നിടുന്ന പുതിയ അവസരങ്ങൾ ചടങ്ങിൽ ചർച്ചയായി. ഇരു രാജ്യങ്ങളിലെയും സ്വർണ്ണ രത്നാഭരണ വ്യവസായ മേഖലകൾ കൈകോർക്കുന്ന എക്സ്പോയിൽ UAE, തുർക്കി, ഹോങ്കോങ്, ലെബനൻ എന്നീ രാജ്യങ്ങളും പങ്കാളികളാകും. 250-ലേറെ ബൂത്തുകൾ ഒരുക്കുന്ന എക്സ്പോയിൽ 200-ലേറെ ആഭരണ വ്യവസായികളുടെ സാന്നിധ്യമുണ്ടായിരിക്കും. വൈവിധ്യമാർന്ന സ്വർണ്ണ രത്നാഭരണങ്ങളുടെ പ്രദർശനവും ആഭരണ വ്യവസായ രംഗത്തെ സാങ്കേതിക വിദ്യകളും പരിപാടിയിൽ ഒരുക്കുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് ആഗോള ആഭരണ നിക്ഷേപ സമ്മേളനവും പ്രഭാഷണങ്ങളും ബിസിനസ് പങ്കാളിത്ത യോഗങ്ങളും നടക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജ്വല്ലറി വാണിജ്യ രംഗത്തെ ഉൽപ്പാദകർ, ഡിസൈനർമാർ, നിക്ഷേപകർ തുടങ്ങിയവരെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന സൗദിയിലെ ഏറ്റവും വലിയ B2B എക്സിബിഷനുകളിൽ ഒന്നായിരിക്കും ഇതെന്ന് സാജക്സ് 2025 സംഘാടക പങ്കാളികളായ അറേബ്യൻ ഹൊറൈസൺ ചെയർമാൻ ഷാക്കിർ ഹുസൈൻ, CEO അബ്ദുൾ റിഷാദ് എന്നിവർ അറിയിച്ചു. ഈ എക്സിബിഷനിൽ ഇപ്പോൾ ഈ ബുക്ക് ചെയ്യപ്പെട്ട 250ഓളം കമ്പനികളിൽ ഒരു 65%, 70%ഓളം ഇന്ത്യൻ കമ്പനികളും ഇന്ത്യയിലെ ടോപ്പ് ലീഡേഴ്സുമാണ് വരുന്നത്. ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ വമ്പന്മാരും ഇതിൽ ഞങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അവരുടെ സഹകരണം. ജിദ്ദ, റിയാദ്, മക്ക ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ലോഞ്ചിൽ ജിദ്ദയിലും റിയാദിലുമുള്ള എല്ലാ സ്വർണ്ണ വ്യാപാരികളും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇന്ത്യൻ എംബസി കൊമേഴ്ഷ്യൽ കൗൺസിലർ മനുസ്മൃതി, ശ്രീലങ്കൻ എംബസി കൊമേഴ്ഷ്യൽ സെക്രട്ടറി ടാഷ്മ വിദനവാസം, സൗദി ജനറൽ അതോറിറ്റി ഫോർ ഫോറിൻ ട്രേഡ് പ്രതിനിധി ഫാലഹ് അൽ മുത്തൈരി, റിയാദ് ചേംബർ ഓഫ് കൊമേഴ്സ് ഫസ്റ്റ് വൈസ് ചെയർമാൻ എഞ്ചിനീയർ അജിലാൻ അൽ സയദ് അൽ അജിലാൻ, മക്ക ചേംബർ ജനറൽ സെക്രട്ടറി ഡോക്ടർ തമർ ബഅസീം, GJEPC ചെയർമാൻ കിരിത് ഭൻസാലി, നാഷണൽ ഇവൻറ്റ്സ് കൺവീനർ നീരവ് ഭൻസാലി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സബ്യസാജി റായ്, അറേബ്യൻ ഹൊറൈസൺ സാരഥികളായ ഷാക്കിർ ഹുസൈൻ, അബ്ദുൾ റിഷാദ് എന്നിവർക്ക് പുറമെ ഇന്ത്യയിലെയും സൗദിയിലെയും പ്രമുഖ ജ്വല്ലറി വ്യവസായികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ കേരള സർക്കാർ ആഹ്വാനം ചെയ്ത സേ നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിന് ഐക്യദാർഢ്യവുമായി വേൾഡ് മലയാളി ഫെഡറേഷൻ ദുബായ് സ്റ്റേറ്റ് കൌൺസിൽ. ലഹരി വേണ്ട, ലക്ഷ്യം നേടാൻ എന്ന പ്രമേയത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. പ്രശസ്ത മനോരോഗ വിദഗ്ധനും എഴുത്തുകാരനുമായ അരുൺ B. നായർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സുരേഷ് EMF, അഡ്വക്കേറ്റ് രഞ്ജിത്ത് രംഗസ്വാമി എന്നിവർ സംസാരിച്ചു. വേൾഡ് മലയാളി ഫെഡറേഷൻ ദുബായ് സ്റ്റേറ്റ് കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുധീർ അധ്യക്ഷനായിരുന്നു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ വെബിനാറിന്റെ ഭാഗമായി. കനത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ഡെലിവറി ബൈക്ക് റൈഡേഴ്സിന് താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ദുബായിലെ വിവിധ ബസ്, മെട്രോ സ്റ്റേഷനുകളിലാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 15 വിശ്രമ കേന്ദ്രങ്ങളാണ് തുറന്നിരിക്കുന്നത്. ചൂടുകാലത്ത് തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് RTOയുടെ നടപടി. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ UAE അനുവദിച്ച ഉച്ചവിശ്രമ നിയമത്തിന് തുടർച്ചയായാണ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഇതിന്റെ ഭാഗമായി എമിറേറ്റിലെ ഗോൾഡ് സൂക്ക്, അൽ സത്വ, അൽ ജഫ്ലിയ, ഊദുമേത്ത എന്നീ ബസ് സ്റ്റേഷനുകളിലും അൽ ഖിസൈസ്, എമിറേറ്റ്സ് ടവേഴ്സ്, ഇൻഷുറൻസ് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ദുബായിലെ വിവിധ മെട്രോ സ്റ്റേഷനുകളിലുമാണ് ഡെലിവറി ബൈക്ക് റൈഡർമാർക്ക് താൽക്കാലിക AC വിശ്രമ കേന്ദ്രങ്ങൾ RTA സജ്ജീകരിച്ചിരിക്കുന്നത്.
വിശ്രമ കേന്ദ്രങ്ങളിൽ കുടിവെള്ള സംവിധാനം, മൊബൈൽ ഫോൺ ചാർജിംഗ് സ്റ്റേഷനുകൾ, മോട്ടോർ സൈക്കിളുകൾക്കായി സമീപത്ത് പാർക്കിംഗ് കേന്ദ്രങ്ങൾ എന്നീ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡെലിവറി ബൈക്ക് ജീവനക്കാർക്ക് എമിറേറ്റിൽ 40 സ്ഥിരം വിശ്രമ കേന്ദ്രങ്ങൾ ഏർപ്പാടാക്കുമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു. ഇതിന് മുന്നോടിയായാണ് നടപടി. 24 ദുബായ്. വൈസ്മെൻ ഇന്റർനാഷണൽ നോർത്ത് അറ്റ്ലാന്റിക് റീജിയണൽ കൺവെൻഷൻ ന്യൂയോർക്ക് ഗ്ലെൻകോവിൽ നടന്നു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. മിഥു മാമച്ചൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദാനം ചെയ്യുന്നതിൽ വിശ്വസിക്കുന്ന, നിസ്വാർത്ഥ സേവനത്തിന്റെ സ്വാധീനം പ്രകടമാക്കുന്ന പരിചയസമ്പന്നരായ ഒരു കൂട്ടം വ്യക്തികളോടൊപ്പം 2 വർഷം ടീമിനെ വിജയകരമായി നയിക്കാൻ സാധിച്ചു എന്നത് ചാരിതാർത്ഥ്യം നൽകുന്നു എന്ന് റീജിയണൽ ഡയറക്ടർ കോരസൻ വർഗീസ് പറഞ്ഞു. With us for a long period of time, and as well as those who are new to the YF. Congratulations. യോഗത്തിൽ നവ ഏരിയ പ്രസിഡന്റ് ജോസഫ് കാഞ്ചമലയും നവ റീജിയണൽ ഡയറക്ടർ ജോർജ് കെ ജോണും ഏരിയ ട്രഷറർ ഡേവിഡ് വർക്ക്മാനും ഔപചാരികമായി സ്ഥാനാരോഹണം ചെയ്തു. And promise our best efforts to bring the honor and glory. സിറ്റി ഓഫ് ഗ്ലെൻകോവ് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചീഫ് വില്യം വിറ്റണിന്റെയും YMCA ചീഫ് എക്സിക്യൂട്ടീവ് പീറ്റർ ഫോസ്റ്ററിന്റെയും ഏരിയ പ്രസിഡന്റ് ഡഗ് ജോൺസിന്റെയും സാന്നിധ്യത്തിൽ പുതുതായി ചുമതലയേറ്റ ഭാരവാഹികൾ അവരുടെ നയപരിപാടികളും ലക്ഷ്യവും അവരുടെ ക്യാബിനറ്റും അവതരിപ്പിച്ചു. എഡിറ്റർ സിബി ഡേവിസ് തയ്യാറാക്കിയ മേഖലയുടെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന ഒരു സ്മരണിക പുസ്തകം കൺവെൻഷനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചു. This is Midhu Mamasan signing off from Guadalajara, Mexico. 24 USA. കുവൈത്തിൽ എക്സിറ്റ് പെർമിറ്റ് നിയമം ഗാർഹിക തൊഴിലാളികൾക്കും ബാധകമാക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് മാനവ വിഭവശേഷി സമിതി അധികൃതർ അറിയിച്ചു. സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ മാത്രമേ വിശ്വാസത്തിലെടുക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തൊഴിൽ ദാതാവിൽ നിന്ന് എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമായും എടുത്തിരിക്കണം എന്ന നിയമം ഈ മാസം 1 മുതലാണ് പ്രാബല്യത്തിലായത്. അക്കാഫ് അസോസിയേഷനും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന മെഗാ ഓണാഘോഷത്തിന് ഒരുങ്ങി ദുബായ്. സെപ്റ്റംബർ 28 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി. പരിപാടിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ദുബായിൽ നിന്ന് അരുൺ പാറട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രവാസിയുടെ ഓണാഘോഷങ്ങൾക്ക് നിറങ്ങളേറെയാണ്. ഈ വർഷത്തെ ഓണാഘോഷം ഒഫീഷ്യലായി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അക്കാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടത്തുന്ന ഓണാഘോഷത്തിൽ ഫ്ലവേഴ്സ് TV ഉൾപ്പെടെ ഭാഗമാവുകയാണ്. അക്കാഫ് അസോസിയേഷന്റെ ഓണാഘോഷം പ്രവാസികൾക്ക് വലിയ തോതിൽ തന്നെ ആഘോഷമാക്കുന്ന അവസരമാണ്. 10,000-ലധികം ആളുകൾ ഒരേ സമയത്ത് പങ്കെടുക്കാനെത്തുന്ന ഓണാഘോഷ പരിപാടികൾ. അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോളേട്ടൻ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ? ഈ വർഷം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ്. കാരണം ഈ വർഷത്തെ അക്കാഫ് അസോസിയേഷൻ്റെ ഓണാഘോഷം ഫ്ലവേഴ്സ് TVയും ഹിറ്റ് എഫും ചേർന്ന് ഒരു വലിയ 3 ബ്രാൻഡുകൾ ഒരുമിച്ച് ഒരു ഗ്ലോബൽ ഓണമാക്കി മാറ്റുകയാണ്. അപ്പോൾ UAE-യിലുള്ള മലയാളികൾക്ക് നേരിട്ട് കാണാനും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷ്വൽ എല്ലാം മീഡിയയിൽ കൂടെ കാണാനുള്ള ഒരു വലിയ അവസരം ഒരുങ്ങുകയാണ്. നമ്മുടെ അക്കാഫ് എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ അപ്പെക്സ് ബോഡിയാണ്. അപ്പോൾ ക്യാമ്പസ് ഓണമാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത്. 1000 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. 30 കമ്മിറ്റികൾ എല്ലാവർക്കും ഡെലിഗേറ്റ് ചെയ്ത് ആരും ഒരുപാട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. 1000 പേരോളമുള്ള വലിയൊരു ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് അത്. 30 കമ്മിറ്റികളും അത് ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ആക്റ്റീവായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായും ഇത് നമ്മളുടെ ഫ്ലവേഴ്സ് കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ വർഷം നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഓണാഘോഷം. തീർച്ചയായും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇവിടെ UAE-യുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര ഓണം ഉണ്ടെന്നുള്ളതിൻ്റെ കണക്കില്ലാത്ത സ്ഥലമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 10 ഓണം, അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഫെയ്ഡായി പോവുകയാണ്. പിന്നെ നാട്ടിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ അസോസിയേഷനുകൾ തമ്മിലല്ലേ മത്സരം. അതായത് ഇപ്പോൾ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടെങ്കിൽ അവരുടെ ഓണവും അപ്പുറത്ത് കാണുന്ന യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും തമ്മിലുള്ള മത്സരമായിരിക്കും നമ്മൾ കാണുക. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മുടെ കൂടുതലായിട്ടുള്ളത്. അത് അവിടെ തീരും. ഇവിടെ അങ്ങനെയല്ല. നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ
ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം ലോകത്തിൻ്റെ മുമ്പിൽ ആഘോഷിക്കുകയാണ്. അതും ലോകത്തിൻ്റെ മുമ്പിൽ ആഘോഷിക്കുമ്പം അക്കാഫ് അസോസിയേഷൻ അത് ആഘോഷിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ UAE തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നായ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. അതായത് നാട്ടിൽ നിന്ന് അമ്മമാരെ കൊണ്ടുവരുന്ന ഒരു വലിയ ആക്ടിവിറ്റി, അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ 25ാമത്തെ വാർഷികത്തിൽ 25 അമ്മമാരെ കൊണ്ടുവന്നു, 26 ഇപ്പോൾ 27 അമ്മമാരെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സും 10 കപ്പിൾസിനെ അവരും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ 47 പേരാണ് ഇപ്രാവശ്യം ഉണ്ടാവുക നാട്ടിൽ നിന്ന്. ഞങ്ങൾ നടത്തുന്ന നല്ലൊരു ചാരിറ്റി വർക്കായിട്ട് ഞങ്ങളത് അമ്മമാരെ കൊണ്ടുവന്നിട്ടുള്ള അവർക്കുള്ള സന്തോഷത്തോട് അവർക്കുള്ള പുടവ കൊടുത്ത് അവർക്ക് ഭക്ഷണം, അവർക്ക് താമസ സൗകര്യം എല്ലാം കൊടുത്തും കൊണ്ടുള്ള ഞങ്ങളെ ഓണം ഞങ്ങളും കൂടെ കൂടിയിട്ടാണ് ആ ഓണം ഞങ്ങൾ ആഘോഷിക്കുന്നത്. തീർച്ചയായും. എന്തായാലും UAE ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ആഘോഷത്തിന് എല്ലാ അർത്ഥത്തിലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിൽ നിന്നും ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ ജിദ്ദയിൽ പ്രവർത്തനം തുടങ്ങി. ജിദ്ദയിൽ 15ാമത്തെയും ആഗോളതലത്തിൽ 258ാമത്തെയും ശാഖയാണിത്. 2030 മുൻപ് തന്നെ സൗദിയിൽ 100 ശാഖകൾ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ജിദ്ദയിലെ അൽ ബഗ്ദാദിയയിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ജിദ്ദ മുനിസിപ്പാലിറ്റി ഡെപ്യൂട്ടി മേയർ ഓഫ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ നാസർ സലേം അൽ മൊത്തൈബ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അൽ നഹില ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ചെയർമാൻ എഹ്സാൻ ബാഫക്കി, ജിദ്ദയിലെ UAE കോൺസുൽ ജനറൽ നാസർ ഹുവൈദാൻ തായ്ബാൻ അലി അൽ ഖത്ബി, ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും ഉൾപ്പെടെ സൗദിയുടെ കൂടുതൽ മേഖലകളിലേക്ക് റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുമെന്നും 2030 മുമ്പ് തന്നെ സൗദിയിൽ 100 ശാഖകൾ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്നും MA യൂസുഫ് അലി പറഞ്ഞു. 117,000 സ്ക്വയർ ഫീറ്റ്, 1,17,000 സ്ക്വയർ ഫീറ്റാണ്. ജിദ്ദ റീജിയനിലെ 15ാമത്തേതാണ്. ഞങ്ങളുടെ ടോട്ടൽ പാൻ GCC റീറ്റെയിലിൽ 258 ആണ്. ഇനിയും 12 പ്രൊജക്റ്റ് പൈപ്പ് ലൈനിലാണ്. ഞാൻ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു 2030 വിഷൻ 100 ഹൈപ്പർ മാർക്കറ്റാണ്. അതിന് മുമ്പേ തന്നെ 100 ഹൈപ്പർ മാർക്കറ്റ് ഞങ്ങൾ ഫിനിഷ് ചെയ്യും. 1,17,000 ചതുരശ്ര അടിയിൽ വിശാലമായ ഷോറൂമാണ് പുതുതായി തുറന്നിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് കുടുംബസമേതം ഭക്ഷണം കഴിക്കാൻ വിശാലമായ ഫുഡ് കോർട്ടും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും ലഭ്യമാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ. ഖത്തറിൽ അർദ്ധവാർഷിക അവധി ഡിസംബർ അവസാന വാരം തുടങ്ങുന്ന രീതിയിൽ പുനഃക്രമീകരിച്ച് പുതിയ വിദ്യാഭ്യാസ കലണ്ടറിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരം നൽകി. പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം റമദാനിൽ 2 ദിവസം അധിക അവധി നൽകും. ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സ്കൂളുകൾക്കും ഈ കലണ്ടർ ബാധകമായിരിക്കും. ഖത്തർ ഷൂറ കൌൺസിൽ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കിയത്. 2028 വരെയുള്ള അധ്യയന വർഷങ്ങളിൽ പുതിയ കലണ്ടർ പ്രകാരമാകും അവധികളും പരീക്ഷകളും ക്രമീകരിക്കുക. അർദ്ധവാർഷിക അവധി അഥവാ ശൈത്യകാല അവധി ഇനി മുതൽ ഡിസംബർ അവസാന വാരത്തിലാണ് തുടങ്ങുക. നേരത്തെ ഇത് നാഷണൽ ഡേ ആയ ഡിസംബർ 18 മുൻപ് തുടങ്ങുന്ന രീതിയിലായിരുന്നു. കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ സമരാനുകൂലികൾ തടഞ്ഞതോടെ യാത്രക്കാർ വലഞ്ഞു. സെക്രട്ടേറിയറ്റിൽ 8% ജീവനക്കാർ മാത്രമാണ് ജോലിക്കെത്തിയത്. ഭരണ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകമായാണ് കേരളത്തിൽ പണിമുടക്കിയത്. ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ജീവിത സമരമായിട്ടാണ് ഞങ്ങൾ ഈ സമരത്തെ കാണുന്നത്. ചെന്നൈയിലായിരുന്നു സമരം, അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ സമരമുള്ള കാര്യം അറിയുന്നത്. ബസ് കിട്ടുമെന്ന് പറഞ്ഞാൽ വന്ന ട്രെയിനിൽ വന്നാണ്, കാസർഗോഡ് നിന്ന്. ഓട്ടോറിക്ഷ, ബസ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർ വലഞ്ഞു. തിരുവനന്തപുരം RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എത്തിയ രോഗികൾക്ക് പോലീസ് വാഹന സൗകര്യമൊരുക്കി. 10% താഴെ KSRTC ബസ്സുകളാണ് നിരത്തിലിറക്കിയത്. ഇതിൽ പലതും സമരാനുകൂലികൾ തടഞ്ഞു. ചില ബസ്സുകൾ പോലീസ് സുരക്ഷയിലാണ് സർവീസ് നടത്തിയത്. കൊല്ലത്ത് KSRTC ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. മൂവാറ്റുപുഴയിൽ KSRTC ബസിന്റെ ചില്ല് സമരാനുകൂലികൾ തകർത്തു. സംസ്ഥാനത്ത് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. തുറന്ന വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ പലയിടത്തും ഭീഷണിപ്പെടുത്തി അടപ്പിച്ചു. സർക്കാർ ഓഫീസുകളിലെത്തിയ ജീവനക്കാരെ പലയിടത്തും സമരക്കാർ കയ്യേറ്റം ചെയ്തു. എന്നാൽ
സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഹാജരായി. ജീവനക്കാർ ഭൂരിഭാഗവും വിട്ടുനിന്നു. ആകെയുള്ള 4686 ജീവനക്കാരിൽ 423 പേർ മാത്രമാണ് ഹാജരായത്. വിവിധയിടങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. പണിമുടക്കിൽ സംസ്ഥാന വ്യാപകമായി സമരാനുകൂലികളുടെ കയ്യേറ്റവും ഭീഷണിയും ഉണ്ടായി. ജോലിക്കെത്തിയവരെ ചിലയിടങ്ങളിൽ പൂട്ടിയിട്ടു. വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു. പണിമുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ പ്രതികരണം ഉണ്ടാകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇടുക്കി കുമളിയിൽ ജലസേചന വകുപ്പിലെ ജീവനക്കാരൻ വിഷ്ണുവിനെ സമരാനുകൂലികൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. CPIM CITU പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് പരാതി. കൊല്ലം ആയൂരിലും ഇടുക്കി പീരുമേട്ടിലും കോട്ടയം ചങ്ങനാശ്ശേരിയിലും ജോലിക്കെത്തിയ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെ സമരക്കാർ മർദ്ദിച്ചു. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ജോലിക്കെത്തിയ അധ്യാപകരുടെ വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റഴിച്ചുവിട്ടു. നെടുങ്കോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. തിരുവനന്തപുരം അരുവിക്കര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗേറ്റ് സമരാനുകൂലികൾ പുറത്തുനിന്ന് പൂട്ടി. വൈകിട്ട് 4:30യോടെയാണ് അധ്യാപകർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ താലൂക്ക് ഓഫീസിലേക്ക് സമരാനുകൂലികൾ തള്ളിക്കയറി. കണ്ണൂർ തോട്ടട ITIയിൽ പണിമുടക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് ജീവനക്കാരുടെ പരാതി. കയ്യേറ്റങ്ങളിലും ഭീഷണിയിലും CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണന്റെ പ്രതികരണം ഇങ്ങനെ: ഈ പണിമുടക്ക് സമരത്തെ തന്നെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ, പണിമുടക്കിനെ പരാജയപ്പെടുത്തത്തക്ക നിലയിൽ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ കാലമത്രയും ഈ പണിമുടക്കിന് വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികൾ ചെറിയ പ്രതികരണങ്ങളുണ്ടാവും. അത്രയും ഉണ്ടായിക്കുള്ളൂ. വേറെ ആക്രമണവും അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇതിന്റെ ഭാഗമായിട്ടില്ല. മലപ്പുറം മഞ്ചേരിയിൽ പണിമുടക്കിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുത്തു. എടവണ്ണ പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു. ഒപ്പിട്ട് വിനോദയാത്ര പോകാനായിരുന്നു ജീവനക്കാരുടെ പദ്ധതി എന്നാണ് സമരക്കാരുടെ പ്രതികരണം. കൊല്ലം അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ സ്കൂളിലെത്തി ഒപ്പിട്ട ശേഷം വീടുകളിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക് 24. വിവാഹശേഷം നവദമ്പതികൾ ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്തത് കൗതുക കാഴ്ചയായി. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് ഗ്രൗണ്ടിലായിരുന്നു നവദമ്പതികളുടെ പറന്നിറക്കം. പഴശ്ശിരാജ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ വട്ടമിട്ട് പറന്ന് നിലത്തേക്കിറങ്ങുമ്പോൾ VIP ആരെങ്കിലുമാണെന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയത്. എന്നാൽ ഹെലികോപ്റ്ററിൽ നിന്ന് വരനും വധുവും പുറത്തിറങ്ങിയത് കണ്ടപ്പോൾ നാട്ടുകാർക്കും കൂടി നിന്ന പലർക്കും അത്ഭുതം. പഴശ്ശിരാജ കോളേജിലെ വിദ്യാർത്ഥികളും ചുറ്റും കൂടി. പുൽപ്പള്ളി സ്വദേശിയായ ബിജു P വർഗീസിന്റെയും ശില്പ ബിജുവിന്റെയും മകൾ മരിയയും ഡോക്ടർ സന്തോഷിന്റെയും ജീൻ മാത്യുവിന്റെയും മകൻ കുര്യനുമായുള്ള വിവാഹം നടന്നത് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലായിരുന്നു. ബത്തേരിയിലെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ് ഇരുവരും ഹെലികോപ്റ്ററിലെത്തിയത്. ശനിയാഴ്ച പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം ബത്തേരിയിൽ വെച്ചൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ടൈം ഞങ്ങൾക്ക് ഇവര് US കുര്യൻ വർക്ക് ചെയ്യണത്. കുര്യൻ തിരിച്ചുകൊണ്ട് ഡേറ്റും എല്ലാം കൂടെ കൂടുതൽ നമ്മൾ വേഗം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊരു പ്ലാൻ ചെയ്താണ്. ഈ ബത്തേരിക്ക് പോകാണ്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന കുര്യന് തിരികെ പോകേണ്ടതിനാൽ ബംഗളൂരുവിൽ നിന്നും വേഗത്തിൽ വയനാട്ടിലെത്താൻ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെയാണ് ഹെലികോപ്റ്റർ യാത്രയെന്ന തീരുമാനത്തിലേക്ക് വന്നത്. കോവിഡ് സമയത്തും സമാനമായ രീതിയിൽ പുൽപ്പള്ളി സ്വദേശിയായ വരനും വധുവും ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തിയത് വലിയ കൗതുകമായിരുന്നു. 24 വയനാട്. സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനുള്ള കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കി. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ പുതുക്കിയ രീതി ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് കണ്ടെത്തിയാണ് നടപടി. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. കീം എൻട്രൻസ് പരീക്ഷ എഴുതി എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിന് കാത്തിരുന്ന വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി വിധി പ്രതിസന്ധിയാവുകയാണ്. വിഷയങ്ങളുടെ മാർക്ക് കണക്കാക്കാൻ അവസാന നിമിഷത്തിൽ പുതിയ സമവാക്യം കൊണ്ടുവന്നത് ഏകപക്ഷീയമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഫെബ്രുവരിയിലെ പ്രോസ്പെക്ടസ് അനുസരിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് മാത്രമാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു. കോടതി ഉത്തരവിനെതിരായ തുടർ നടപടികൾ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. സംസ്ഥാന സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്കും CBSE വിദ്യാർത്ഥികൾക്കും തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു പരിഷ്കാരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു
കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. കഴിഞ്ഞ വർഷം വരെ പിന്തുടർന്ന എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് റാങ്ക് കണക്കാക്കുന്ന രീതി ഇത്തവണ പൂർണ്ണമായും മാറ്റിയിരുന്നു. 3 സ്കീം വിഷയങ്ങളായ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളുടെ മാർക്ക് ഏകീകരിച്ച് അനുപാതം 5:3:2 എന്ന നിലയിൽ കണക്കാക്കുന്നതാണ് പുതിയ രീതി. 24 തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.